നമസ്കാരം, അമൃതാണ്. സുധ കൊങ്കറ എന്നുള്ള സംവിധായികയുടെ സിനിമയാണെന്നുള്ളത് കണ്ടിട്ടാണ് ഈ സിനിമ കാണാമെന്ന് വെച്ചത്. പക്ഷേ എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ റൈറ്റിങ്, ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഇവരല്ല. നമ്മുടെ വൈരമുത്തു ലിറിക് റൈറ്ററിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് മദൻ കർക്കി, ഷാൻ കറുപ്പുസ്വാമി, ഗണേശ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. സുധ കൊങ്കറ ജസ്റ്റ് അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിം വെച്ച് അവരെ ആസ് എ ഡയറക്ടർ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ സംവിധാനം ചെയ്യിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തി ഇതിൻ്റെ റൈറ്റിങ്ങിലില്ല എന്നുള്ളത് സിനിമയിൽ വളരെ എവിഡൻ്റ് ആയിട്ട് അറിയാനുണ്ടായിരുന്നു. കാരണം അവരുടെ സൂര്യ റിപ്പോർട്ടർ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവരും കൂടെ എഴുതിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും ഈ സിനിമയ്ക്കകത്ത് ഒരു സ്ഥലത്തും ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നിരാശ തോന്നി. സിനിമ തുടങ്ങി അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴേ മനസ്സിലായി ഈ സാധനം കയ്യിൽ നിന്ന് പോയെന്നുള്ളത്. പിന്നെ ഈ ലാംഗ്വേജ്, അതായത് ഹിന്ദി വിരുദ്ധത, അങ്ങനെയൊക്കെയുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ റിയൽ ഇൻസിഡൻസുമായിട്ട് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ ആ കാലത്ത്, ഇന്ദിരാഗാന്ധിനെയൊക്കെ കുറേ കാസ്റ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയായിട്ട് സാമ്യം വരുന്ന രീതിയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ട്രസ് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കത് മാത്രമാണ് ഒരു പെർഫെക്റ്റ് സംഭവമായിട്ട് തോന്നി. ബാക്കിയുള്ള എല്ലാം ഒരു എന്താ പറയുക, ഒരു പക്ക ഡ്രാമയെന്നും പറയാൻ പറ്റത്തില്ല. ഡ്രാമയാണെങ്കിൽ കൂടി അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ഒരു സിനിമാറ്റിക് ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അതായത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റും സിനിമയായിട്ട് തുടക്കം മുതൽ തന്നെ കിട്ടിയിട്ടില്ല.